പട്ടുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ഉമ്മുൽ മെഹബൂബ റൗണ്ടിലെ പെർഫോമൻസുമായി എത്തുന്നത് ദിവ്യ. ദിവ്യ ടീച്ചറെ, എന്തേച്ചി? ദിവ്യ ടീച്ചറിന്റെ ഉമ്മയോട് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഉമ്മയെ പറ്റിയിട്ട്. കാരണം എല്ലാ പ്രാവശ്യവും ഉമ്മ ദിവ്യയുടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഉമ്മ മാത്രമല്ല, അമ്മയും അച്ഛനും എല്ലാവരും. ഇപ്രാവശ്യം അനിയത്തി വന്നിട്ടുണ്ട് അല്ലേ? അതെ. അമ്മ കേട്ടായിരുന്നോ ദിവ്യയുടെ പാട്ട്? ദിവ്യയുടെ ശരിക്കുള്ള സ്വഭാവം പറഞ്ഞു തരൂ, എങ്ങനെയാണ്? സ്വഭാവം കുഴപ്പമൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. പിന്നെ എന്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ദേഷ്യം പിടിക്കും. അതെയോ? ദിവ്യക്ക് ദേഷ്യമുണ്ട്? ഓക്കെ. അമ്മയോട് ദേഷ്യപ്പെടാറുണ്ടോ? ഇല്ല, അമ്മയോട് ദേഷ്യപ്പെടില്ല. പിന്നെ ആരോടാ ഈ ദേഷ്യപ്പെടുന്നത്? അനിയത്തിയോട്. അനിയത്തിയോട് പിന്നെ ചേച്ചിമാര് ദേഷ്യപ്പെടണ്ടേ? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ അഷ്റഫ് പാലപ്പെട്ടിന്റെ തായ്മുഖം കണ്ടുണരും. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ദിവ്യയുടെ ഖൽബിൽ നിന്നും അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് കേൾക്കാം. ഹായ് അമ്മേ. ആദ്യം തന്നെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത് അധികം അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലാത്തൊരു സംഭവം അത് തന്നെയുള്ളൂ. ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്ന മാത്രമേ അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുത്തിട്ടുള്ളൂ. അതിന് തന്നെ അമ്മയ്ക്ക്. പിന്നെ അമ്മേനോട് എന്താ പറയാ, ഈ ലോകത്തിൽ ചിലപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതും ഇഷ്ടമായതും ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ചിലപ്പോൾ എൻ്റെ അമ്മയായിരിക്കും. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ. എന്നെ വളർത്താനാവട്ടെ, എൻ്റെ കുട്ടിക്കാലാവട്ടെ, അച്ഛൻ്റെ കാര്യമാവട്ടെ, എല്ലാത്തിലും. അപ്പം അമ്മ എല്ലാവരും ചിലപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാവില്ല, അച്ഛനും ഉണ്ടാവില്ല, ചിലപ്പം കുടുംബം തന്നെ ഉണ്ടായിരിക്കില്ല. അമ്മേനോട് പറയാത്ത, അച്ഛനോടും രണ്ടാളോടും പറയാത്തൊരു കാര്യം ഇപ്പോൾ പറയുന്നത്. ചിലപ്പോൾ അപ്പം ഞാനത് പറയായിരുന്നെങ്കിൽ അവരെ ചിലപ്പോൾ എനിക്ക് ഇന്ന് കിട്ടൂലായിരിക്കാം. ഇപ്പം ഞാനത് പറയുമ്പോൾ ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്കത് പ്രശ്നം ഉണ്ടായിരിക്കില്ല, പകുതിയായിരിക്കും. ഞാൻ ശരിക്കും കോളേജ് പഠിക്കുമ്പോൾ ഫൈനൽ ഇയറിൻ്റെ അവിടെ എൻ്റെ ഫസ്റ്റ് ഇയർ വെക്കേഷൻ സമയത്ത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങനത്തെ ഒരു തിരക്ക് കണ്ടിട്ടില്ല. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അവരെല്ലാവരും ഒരുപാട് ഒരു അഞ്ച് പേര് മാത്രമേ കയറാൻ കഴിഞ്ഞുള്ളൂ. ഫുൾ ലഗേജായിട്ട് 2 മാസം വെക്കേഷന് പോകുമ്പോൾ ട്രെയിനിൽ കയറി എനിക്ക് BP ലോ ഉള്ള പ്രോബ്ലം കൊണ്ട് അധികം നേരം നിന്ന് കഴിഞ്ഞ് വേർത്ത് കഴിഞ്ഞാൽ ഞാൻ താഴെ വീഴും. പക്ഷെ അന്ന് ലഗേജൊക്കെ എങ്ങോട്ടാ ഇട്ടെന്ന് അറിയില്ല, ഇട്ട് കയറി നിന്നു. എൻ്റെ പകുതി ഫ്രണ്ട്സൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. എന്നിട്ട് കയറിയിട്ട് ഷൊർണൂർ എത്തുമ്പോൾ വണ്ടി നല്ല സ്പീഡിൽ തന്നെ വരുന്നത്. ഷൊർണൂർ എത്താൻ ഇങ്ങനെ വണ്ടി സ്ലോ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണു, ട്രെയിനിൽ നിന്ന് വീണു. ഇങ്ങനെ മുട്ടുകുത്തി എങ്ങനെ പോയിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് കുറച്ച് മുന്നേ വരെ വണ്ടി വന്നു. ലാസ്റ്റ് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ഒരു സംഭവം ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല. അന്ന് കാലിൻ്റെ തൊടേൻ്റെ മാംസം ചെറുതായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു കാലിൽ നിന്ന്. അത് അമ്മേനെ ഞാൻ ഇതുവരെ അറിയിച്ചില്ല. അറിയിക്കാണ്ട് എനിക്ക് എങ്ങനെ അന്ന് കൊണ്ടു നടക്കാൻ പറ്റിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്കും എന്നെ അറിയാം, എനിക്ക് അമ്മേനെ അറിയാൻ കൂടും. സംസാരിക്കാറുണ്ട്, ആവശ്യത്തിന് മാത്രം സംസാരിക്കാറുണ്ട്. എല്ലാവരെ പോലെ ഇങ്ങനെ ഫ്രണ്ട്ലി ഒന്നും അല്ലെങ്കിൽ കൂടിയും എന്നെ ഒരുപാട് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ഞാൻ എന്താ ഇനി പറയാൻ പോകുന്നത് പോലും വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ.
കവിതകൾ പാടുന്നു. കവിതകൾ പാടുന്നു. ആ സ്വപ്നലോകമിൽ സുരസ്വർഗവീതിയിൽ, ആ സ്വപ്നലോകമിൽ സുരസ്വർഗവീതിയിൽ കഥ പറഞ്ഞുറക്കുവാൻ അരികിലേക്കും അവൻ ഇല്ലയോ, കഥ പറഞ്ഞുറക്കുവാൻ അരികിലേക്കും അവൻ ഇല്ലയോ. തായ്മുഖം കണ്ടുണരും താരകപ്പൂവുകളും മിഴിനീർ പോകുന്നുവോ, സങ്കട കവിതകൾ പാടുന്നുവോ. വെൽക്കം ബാക്ക് ടു മലബാർ TMT പട്ടുറുമാൽ. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ദിവ്യ ചേച്ചി ഓടിപ്പോയി അമ്മയെ വിളിച്ചോട്ട് വരൂ. ദിവ്യ ഇവിടെ ആദ്യം പറഞ്ഞത് തന്നെ ഇതുവരെ അമ്മയ്ക്ക് വിരലിലെണ്ണാവുന്ന അത്ര ഉമ്മ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാ. എന്തിനാ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത്? ശരിക്കും കൊടുക്കും.
അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവിടെ ദിവ്യ പറഞ്ഞു, ഇപ്പം ദിവ്യയുടെ കാര്യമാണെങ്കിലും അച്ഛന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അമ്മ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഈ കുടുംബം തന്നെ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന്. അപ്പൊ അമ്മയ്ക്ക് അതിന് വലിയൊരു എന്താ പറയാ, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഒത്തിരി സപ്പോർട്ടും ഒത്തിരി സ്നേഹവും തരുന്നു കേട്ടോ. പിന്നെ ദിവ്യയെ പോലെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറിനെ ഇവിടെ പട്ടർമാലിന്റെ രീതിയിൽ ഞാൻ കിട്ടിയില്ലേ. അപ്പോ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. സജിലത്ത, ദിവ്യ എപ്പോ സ്റ്റേജിൽ വരുമ്പോഴും ഭയങ്കര നമ്മളൊക്കെ സങ്കടത്തിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ദിവ്യയുടെ ക്യാരക്ടർ. കാരണം ഭയങ്കര ബോൾഡാണ്. ലൈഫിൽ കുറേ കാര്യങ്ങൾ നേരിടുന്ന ഒരു കുട്ടിയാണ് ദിവ്യ. എല്ലാവർക്കും അത് എത്രത്തോളം നേരിടാൻ പറ്റുന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ മോളെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? മോള് നല്ല ആളാണ്. കഴിഞ്ഞ സിംഗിങ്ങിനെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ ദിവ്യയുടെ പാട്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ദിവ്യയുടെ സിംഗിങ്ങിൽ കുറച്ചുകൂടെ ഒരു ഫീൽ കുറവാണോ എന്നൊരു തോന്നലുണ്ട്. കുറച്ചുകൂടി ഫീൽ കൊണ്ടുവരണം. പിന്നെ സംഗതികളൊക്കെ പാടുന്നുണ്ടെങ്കിൽ പോലും ചില സംഗതികളൊക്കെ കൺട്രോളിൽ വരാത്ത പോലെ ഉണ്ട്. പിന്നെ ലാൻഡിങ് നോട്ട്സ് ഒക്കെ പല സ്ഥലത്തും പിച്ച് ഔട്ട് ആവുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. എന്താണെങ്കിലും എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ. ദിവ്യ നന്നായി പാടാൻ സാധിക്കട്ടെ. ദിവ്യ ഒരു ഓൾറൗണ്ടറാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ വീട്ടിലും അതുപോലെ വലിയൊരു ശക്തിയാണെന്ന് മനസ്സിലായി. എന്തായാലും ഈ ഒരു ക്യാരക്ടറൊന്നും കീപ്പ് ചെയ്തൊരു നല്ലൊരു ഇൻ ഫ്യൂച്ചർ നന്നായി ഒരു ശക്തിയൊക്കെ വരട്ടെ എന്തായാലും എല്ലാ കാര്യത്തിലും. പിന്നെ പാട്ടിന്റെ കാര്യം എടുത്തു നോക്കുവാണെങ്കിൽ നല്ല പാട്ടാണ്, നന്നായി പാടി. പിന്നെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താണ് ഒരു പാട്ടിലോട്ട് വരാൻ കുറച്ച് സമയമായി. ഒരു ആദ്യത്തെ വരികളൊക്കെ കുറച്ച് കൺട്രോൾ ലോസ് ആയിരുന്നു കേട്ടോ. കൈവിട്ടുപോയി. പിന്നെ വന്നില്ലയോ തൊട്ട് ശരിയായി. ആ വന്നില്ല ഒരു സംഗതി ഉണ്ടല്ലോ, അതുതൊട്ട് കറക്റ്റ് ട്രാക്കിലോട്ട് വന്നു തുടങ്ങി. കുഴപ്പമില്ല, നന്നായിട്ടാണ് പാടിയത്. നന്നായിട്ട് തന്നെ പാടി. കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ, ഇനി ഞാൻ കീറി മുറിക്കുന്നൊന്നുമില്ല. കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഭംഗിയാവാനും വൃത്തിയാവാനൊക്കെ ഉണ്ട്. പിന്നെ ഇനിയും നല്ല പാട്ടുകൾ തേടി പോകണം. മോള് സംഗീതാധ്യാപികയല്ലേ, വരട്ടെ. പാട്ടുകളുടെ ഒരുപാട് ഇങ്ങനെ കെട്ടഴിച്ച് വിടണം പാട്ടുകളെ. ഒരുപാട് വരണം ഇനി കേട്ടോ. തെരഞ്ഞു പോകണം, അത്രയും എനിക്ക് പറയാനുള്ളൂ. തെരഞ്ഞു പോകുക തന്നെ വേണം നിങ്ങൾ. അപ്പം കിട്ടും നല്ല പാട്ടുകൾ. അത് കൊണ്ടുവരണം. നല്ല വരികളൊക്കെ ചെക്ക് ചെയ്യുക. ഇത് അഷ്റഫ് പാലപ്പെട്ടി ഒരു പുതിയ പാട്ടുകളൊക്കെ ചെയ്യുന്ന അല്ലേ. അപ്പോൾ ഒരു പാട്ട് നമ്മളങ്ങോട്ട് തേടി പിടിക്കുന്നു, ഉടനെ ആ പാട്ട് കിട്ടുന്നു, ഒരു ഡിസ്കഷൻ കൂടാതെ അത് തീരുമാനിക്കുന്നു. അങ്ങനെയല്ല ഇനി പാട്ടുകളുടെ തെരഞ്ഞെടുപ്പ് വരേണ്ടത് കേട്ടോ. അത് മോളുടെ സിംഗിങ്ങിനെ ബാധിക്കും, നമ്മുടെ ഷോയെ ബാധിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല പാട്ടുകൾ തേടിപ്പോകും. ഇത് നന്നായി തന്നെ പാടി കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി വൃത്തിയാവാനുണ്ടായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഇനി ദിവ്യയുടെ മാർക്സിലേക്ക് പോകാം. സജിലത്ത 27. നജിമിക്ക 26.5. ഫിറോസിക്ക ദിവ്യയ്ക്ക് 37. ദിവ്യയുടെ ടോട്ടൽ മാർക്സ് 89.5 ഔട്ട് ഓഫ് 100. അമ്മയ്ക്ക് സന്തോഷയോ? അപ്പൊ ഇനി രണ്ടുപേരും കുറച്ചും കൂടെ കൂടുതൽ ഇന്റിമേറ്റ് ആവണം. അമ്മ ഇത് ദിവ്യക്ക് കൊടുക്കൂ. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫോർവിഷ് ബെഡ്സ് ആണ്.